ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടൻ ഉള്ളിപ്പുളിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഉള്ളിപ്പുളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 12 ഉണക്കമുളകുണ്ട്, തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയുണ്ട്. ഈ ഉണക്കമുളക് നമ്മൾ എരിവിന് എല്ലാവരും എടുക്കുക. ഉള്ളി ഇതിനകത്ത് നമുക്ക് അളവ് വേണമെങ്കിൽ കൂട്ടിയാൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പിടി ഉള്ളിയാണ്, നല്ലൊരു പിടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. നമുക്കതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി, മുളക്, മല്ലിയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ കറി വെക്കുമ്പോൾ ഒരു കളർ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അപ്പോൾ നമുക്കിതൊന്ന് തണുത്തിട്ടതൊന്ന് അരച്ചെടുക്കണം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച അരപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കലക്കി ഒഴിക്കാം. നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഞാൻ പിഴിപുളി, നമ്മളെ സാമ്പാർ പുളി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശകലം പുളി മുന്നേ നിൽക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള എടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളം കുറച്ചാണ് എടുത്തേക്കുന്നത്. കുറച്ചുകൂടെ നേർമയായിട്ട് എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചെടുക്കാം. നേരത്തെ നമ്മൾ മല്ലി ഉള്ളിയൊക്കെ വറുത്തെടുത്ത ആ പാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് നമുക്ക് ജീരകം വേണമെങ്കിൽ, ഈ മല്ലിയും ഉലുവയൊക്കെ വറുക്കാൻ നേരം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ജീരകം ഇട്ടിട്ടില്ല അതിൽ. ജീരകത്തിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം.
അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് നമുക്കൊരു 3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റം മറന്നു, ഒരു സ്വല്പം കായപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കായം കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നേരെ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനാനായിട്ടൊക്കെ ഉള്ള കറിയാണിത്. ചോറിനൊക്കെ എടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പുളി എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്വല്പം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ആയാലും മതി. ഒരു ശകല ഉപ്പിൻ്റെ കുറവുണ്ട്, ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളിപ്പുളി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.